അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ ഇനി മുത്താപ്പാൻ്റെ വീട് കാണാൻ പോവാം. വീടിൻ്റെ ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ തടക്കൊക്കെ ഇടാറ്. മയില് ഇട്ടാടെ ഇതാണ് ഞങ്ങളെ മുത്താപ്പാൻ്റെ വീടിൻ്റെ ഹാള് എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ ഡബ്ബറിൻ്റെ ഒട്ടാലും അതുപോലെ അടക്കിയും ഒക്കെ ഇവിടെ തന്നെയാണ് ഇടാറ് ഇപ്പോഴും. ഇവിടെ രണ്ടാമതൊരു ഹാൾ പോലെ ഒരു റൂം കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റൂം, ഇവിടെ ഇതാണ് ഫസ്റ്റത്തെ റൂം എന്ന് പറയുന്നത്. ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോക്കേസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പിന്നെന്ന് പറയുന്നത് നമുക്ക് കോണിക്കൂട് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ, കോണിക്കൂട് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് റൂമാണിത്. ഇതിൽ തന്നെ ഷോക്കേസും ബ്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ കിച്ചൺ വരുന്നത്. ഇതാണ് നമ്മളെ ഇവിടുത്തെ അടുക്കള, അടുപ്പും കാര്യങ്ങളും, സിങ്ക് ഉണ്ട്. ഇതാണ് സ്റ്റോർ റൂം. ഇവിടെ അടുപ്പില്ല, ഇവിടെയാണ് അടുപ്പ്. ഇതൊക്കെ നമ്മൾ അടുപ്പ് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പുറത്തേക്ക് അടുക്കളപ്പുറമാണ്. നേരെ മേലെ പോവാം. മേലെ നാലൊക്കെ നല്ല അടിപൊളി വ്യൂസ് ആണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ പെരുന്നപ്പൊക്കെ പിക്കെടുക്കാല്. ഇവിടെ ഒക്കെ കയറി നിന്നാൽ കുറേ വീടുകളൊക്കെ കാണും. അവിടെ ഇവിടെ ചുറ്റോറം വീടുകളൊക്കെ കാണും. ഇവിടെ നിന്നാല് ചുറ്റോറം ഞങ്ങൾ വീടിനൊക്കെ ചുറ്റോറം ഡബ്ബറാളാണ്. അത് ഞങ്ങളെ ഷീറ്റടിക്കണ മയിലുകൾ കയറിയതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു. അത് ഞങ്ങളെ റാട്ടപ്പരയാണ്, അത് ഷീറ്റടിക്കുന്ന റാട്ടപ്പരയാണ്. അതുപോലെ തന്നെ അത് ഞങ്ങളെ കിണറാണ്. മേലെത്താൻ കേട്ടോ. അപ്പം അതാണ് ഗൈസ് നമ്മളെ വീട് കേട്ടോ. വീട് എന്ന് പറയുന്നത് തറവാടാണ്. തറവാട് എന്ന് പറയുന്നത് അതാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ലൈഡ് പോലെ ഒരു സംഭവമാണ് ഉള്ളത്. അപ്പം അതാണ് ഗൈസ് ഞങ്ങളെ വീട്ടിലോട്ട് വരുന്ന ഒരൊറ്റ വീട്ടിലോട്ട് വരുന്ന ഒരു വഴിയാണ് അത്. ഇതൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വീട്ടിലെന്ന് പറയണത്. അപ്പം ഗൈസ് നമുക്ക് നേരെ താഴോട്ട് പോവാം. ആളും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നമർത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലേക്കാൻ മറക്കരുത്. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ബൈ.